ഞാൻ എൻജോയിങ് എക്സ്പ്ലോറിങ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ടോൾ ആൻഡ് ഷോർട്ട് സ്റ്റോറി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ യാത്ര നേരെ വയനാട്ടിലേക്കാണ്. അടുത്ത വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും കടലക്കറി. നമ്മളെ പാക്കിംഗ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങി. വളരെ ലേറ്റായി, സമയം ഇപ്പോൾ 11 മണിയായി. എന്തോ ഭാഗ്യത്തിന് വെയിൽ അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും അങ്ങെത്തുമ്പോഴത്തേക്ക്. നമ്മൾ ഇപ്പൊ ഗൈസ്, പണ്ട് എല്ലാവരും ലോങ് ഡ്രൈവ് പോകുമ്പം ബൈക്ക് പോകുമ്പം വീട്ടിൽ സങ്കടത്തോടെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. ഞാനിപ്പം ലോങ് ഒന്നുമല്ല, എന്നാലും ലോങ് ആണ്. നമ്മൾ വയനാട്ടിലേക്ക് പോകും. ആകെ മേ ബി ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. സോ ലോങ് ഡ്രൈവ് അവരെ സഹായിക്കണം. പക്ഷെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വെൽക്കം ടു വയനാട് എന്ന ബോർഡ് കണ്ട്, ബോർഡ് മാത്രമല്ല ഈ റോഡ് കണ്ടാലും നിങ്ങൾക്ക് തിരിയും വയനാട്. ഉച്ചക്ക് 12 മണിയായി. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ നോക്കി നോക്ക്, അടിപൊളി തണുത്ത കാറ്റാണ്. നമ്മൾ വടകരയിൽ നിന്നെല്ലാം വരുമ്പോൾ നല്ല പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ വണ്ടിക്ക് എന്തോ ഒച്ചപ്പാട്. അപ്പോൾ പിന്നെ ചെയിൻ ടൈറ്റാക്കാൻ ദർശിച്ചു. അവിടെ ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. വയനാട്ടിൽ ഉള്ളിൽ കൂടി കുറേ റോഡ് നാരോ റോഡ്സ്, അതിൽ കൂടി ഓടിക്കാൻ വേറെ തന്നെ ഒരു സുഖം, വേറെ തന്നെ ഒരു ഫീല്. വയനാട്ടിലും വെയിൽ വന്നു. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഇത്രയും അടിപൊളി വ്യൂ ഉള്ളൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയം. ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വയനാട്ടിലുള്ള ഹിപ്നോട്ടിക് റിസോർട്ടിലാണ് വന്നത്. സോ ടുഡേ സ്റ്റേ ഈസ് ഹിയർ. ഡോമാണ് ഇന്നത്തെ സ്റ്റേ. ആൻഡ് നിങ്ങൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടോക്ക്. സച്ച് ബ്യൂട്ടിഫുൾ അല്ലേ, ഇത്രയും അടിപൊളി. കാണ്ട് ഇമാജിൻ. സോ ഇന്നത്തെ സ്റ്റേ ആണ് ഇത്. പാവം, ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ്, ഹി ഹാസ് മീറ്റിംഗ്. ഞാൻ എൻജോയിങ് എക്സ്പ്ലോറിങ്. നിങ്ങൾക്ക് ഞാൻ നമ്മളെ കറക്റ്റായിട്ടുള്ള ഇത് കാണിച്ചു തരാം. ഇതാണ് പാത്വേ. ഹിപ്നോട്ടിക് റിസോർട്ടിൻ്റെ ഡോമിലേക്ക് വരുന്ന പാത്വേ ആണിത്. സോ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്റ്റേ ഡോം. ഇത് ലൈക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനുള്ളൊരു സ്പോട്ട്. ഇവിടെ വന്നിട്ടൊരു കുഷൻ ഉണ്ട് ഇടാൻ. അതിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക കിടക്കുക, അതാണ്. സോ രാവിലെ ഒക്കെ അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ നല്ല അത്യാവശ്യം നല്ല കാറ്റെല്ലാം ഉണ്ട് കേട്ടോ, അത്ര വലിയ വെയിലൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഡോമിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ സെറ്റപ്പ് കാണാം. സോ കയറുമ്പം തന്നെ ഇവിടെ ലഗേജൊക്കെ വെക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ കുഷൻ ബെഡ് പോലത്തെ ഇതാണ് അവിടെ ഇടാൻ. ദെൻ ദിസ് ഈസ് ദ ബെഡ്റൂം. ഇവിടെ ഇരുന്ന് കിട്ടുന്ന വ്യൂസ് വേറെ ലെവൽ. മഴയും കൂടി ഉണ്ടെങ്കിൽ പൊള്ളിക്കും. ആൻഡ് ഇതാണ് ബാത്റൂം. ദിസ് ഈസ് ദ ഡ്രസ്സിങ് ഏരിയ. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നിനും അല്ല. ഇനി നമ്മൾ വീഡിയോ ഷൂട്ടിങ്ങിനായിട്ട് പോവാണ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് റിസോർട്ട്. ഞങ്ങൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ആൻഡ് ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ പാസേജ്. നല്ല ഭംഗിയില്ലേ, ഒരു വൈൽഡ് ലുക്ക് അല്ലേ. യെസ്, വൈൽഡ് ലുക്ക്. ഇതൊക്കെ കാണാം ഫുൾ പാഷൻ ഫ്രൂട്ടാ. ഓക്കെ, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയാ തോന്നുന്നു. ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ. ഇൻഡോർ വരെ തന്നെ ഉണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ്. നല്ല ഫ്രഞ്ച് ഫ്രൈസ്, സാൻഡ്വിച്ച്, നഗറ്റ്സ്, മയോണീസ് ഇസ് മിസ്സിംഗ്. അടിപൊളി ഫുഡ് കേട്ടോ. കാണുമ്പോൾ ലുക്കില്ല. ഈ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ട്, പക്ഷേ നല്ല ഓയിലില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ അടിച്ച് കയറി ഇനി നമ്മൾ നേരെ റൂമിലോട്ടേക്ക്. ഇതൊന്ന് നാളെ പോവാം അല്ലേ നമുക്ക്?
പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. എടുത്തില്ലേ? നാളെ ഇവിടെയാന്ന് തോന്നുന്നു സ്റ്റേ, എനിക്ക് ഉറപ്പില്ല. 1 ഡേ ബ്രിട്ടീഷ് ബംഗ്ലാവ്, 1 ഡേ ഈ ഡോം സ്റ്റേ എന്നാണ് പറഞ്ഞത്. ഡോമിൻ്റെ രാത്രിത്തെ വ്യൂ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതാണ് നമ്മളെ ഡോമിൻ്റെ രാത്രിത്തെ വ്യൂ. ഷോ ദിസ് ഈസ് അവർ ഡോം. കണ്ടോക്ക് നിങ്ങൾ, ഇവിടെ ഇരുന്ന് സൊറ പറയാനെല്ലാം സെറ്റ് ആയിരിക്കൂലേ. ആൻഡ് സീ ദിസ് ഈസ് അവർ റൂം. പിന്നെ അടിപൊളിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ നൈറ്റ് മോഡ് ഓഫ് അവർ ഡോം. സോ ഇന്നത്തെ സ്റ്റേ രാത്രി സമയം 8:30. അപ്പോൾ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഡിന്നറിൻ്റെ സ്റ്റാർട്ടറാണ് ഇത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തോ ടൈപ്പ് ഓഫ് സലാഡ്, സ്വീറ്റ് കോൺ, ക്യാപ്സിക്കം, അതെന്തെല്ലാം ഉണ്ട്. മേ ബി വെജ് സലാഡാന്ന് തോന്നുന്നു. കഴിച്ചോക്കട്ടെ. വീഡിയോ ചൂടുണ്ടാവുക. മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. കെ പി എന്ന് പറയുന്ന കേരള പൊറോട്ടയും വയനാടൻ ചിക്കൻ കറിയും, പിന്നെ ഒരു 2 ചോക്ലേറ്റ് ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം വന്നു, ഞാൻ കഴിച്ചോ. അപ്പോൾ ഈ പസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയിട്ടാന്ന് പറഞ്ഞ് ചെയ്യാണ്ട് അങ്ങനെ ഹാർഡ് വർക്ക്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ക്യാരംസ് കളിക്കാൻ വന്ന്. യെസ്, അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ആവുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. Good night all. Keep supporting. Thank you.